1967 ഖനിത്തൊഴിലാളികൾ വളരെ കാലമായി നഷ്ടപ്പെട്ടു പോയ തദ്ദേശീയ അമേരിക്കൻ നാഗരികതയുടെ ആദ്യ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അഫ്ഗാനി. ഈ ഗ്രഹത്തിൽ 2 ലോകങ്ങളുണ്ടെന്ന് അഫ്ഗാനികൾ വിശ്വസിച്ചു. ഒരു ലോകം വെളിച്ചത്തിൻ്റെയും മറ്റൊന്ന് ഇരുട്ടിൻ്റെ ലോകം. 10,000 വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനി ഈ ലോകങ്ങൾക്കിടയിലുള്ള കവാടം തുറന്നു. അവരത് അടയ്ക്കുന്നതിന് മുമ്പ് എന്തോ ഒരു തിന്മ ആ വഴി കടന്നു വന്നു. അതിനുശേഷം അഫ്ഗാനി ഭൂമിയിൽ നിന്ന് തന്നെ നിഗൂഢമായി അപ്രത്യക്ഷമായി. ലോകത്തിലെ ഏറ്റവും വിദൂര സ്ഥലങ്ങളിൽ മറഞ്ഞിരിക്കുന്ന കുറച്ച് പുരാവസ്തുക്കൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ഈ പുരാവസ്തുക്കൾ ഇരുട്ടിൽ തഴച്ചു വളരുന്ന ഭയാനകമായ ജീവികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ കവാടം വീണ്ടും തുറക്കാൻ കഴിയുന്ന ദിവസത്തിനായി കാത്തിരിക്കുന്നു. ബ്യൂറോ 713 സർക്കാരിന്റെ പാരനോർമൽ റിസർച്ച് ഏജൻസി ഈ നഷ്ടപ്പെട്ട നാഗരികതയുടെ ഇരുണ്ട രഹസ്യങ്ങൾ കണ്ടെത്തുന്നതിനായി സ്ഥാപിതമായതാണ്. പുരാവസ്തു ഗവേഷകനായ ലയണൽ ഹഡ്ജൻസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടന്നത്. അവിടം തൊട്ട് ബ്യൂറോ 713 അഫ്ഗാനി പുരാവസ്തു ശേഖരണം ആരംഭിച്ചു. സർക്കാർ തന്റെ വിവാദ ഗവേഷണം നിർത്തിവെച്ചപ്പോൾ ഹഡ്ജൻസ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്വർണ്ണഖനിയിൽ ഒളിച്ചിരുന്ന് ജോലി ചെയ്യാൻ ഒരു ലബോറട്ടറി നിർമ്മിച്ചു. ആ സ്ഥലത്ത് മനുഷ്യവർഗത്തെ സൃഷ്ടിയുമായി ലയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ പേരിൽ അനാഥരായ കുട്ടികളിൽ അദ്ദേഹം ക്രൂരമായ പരീക്ഷണങ്ങൾ നടത്തി. ഹഡ്ജൻസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടവരെ സ്ലീപ്പേഴ്സ് എന്ന് അഭിസംബോധന ചെയ്തു. അവരുടെ വിളിയുടെ നിമിഷങ്ങൾക്കായി അവർ കാത്തിരിക്കുന്നു. അവരെവിടെ പോയെന്നറിയില്ല. നന്നായിട്ട് നോക്കിയോ നിങ്ങൾ? വിടരുത് അവനെ. ഇവിടെ വിട്ട് എവിടെയും പോകാൻ സാധ്യതയില്ല അവൻ. അതായത് ഇവിടെയുള്ള കുട്ടികൾ എല്ലാവരും തന്നെ എന്റെ ചുമതലയാണ്. എത്ര നാളിനി ഇതിനെപ്പറ്റി സംസാരിക്കും? ഇവരെല്ലാവരും സ്പെഷ്യലായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ? എന്റെ റിസർച്ച് സഫലമായാൽ 1000 ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൂടെ? നിങ്ങൾ ഇവിടെയുള്ള കുട്ടികളെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. പക്ഷെ ഞാൻ മുഴുവൻ മനുഷ്യകുലത്തിന്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്നത്. ശരി, അത് പോട്ടെ. ഇനി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ജോലി തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. രാത്രി 10 മണിക്ക് പോലീസിന് ഫോൺ ചെയ്തിട്ട് അവരോട് കുട്ടികളെ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ മാത്രം മതി. മനസ്സിലായോ? സർ, സബ്ജക്റ്റിന്റെ സ്ഥലം മാറ്റിയിരിക്കുന്നു. ഗുഡ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവരെ സ്ഥലത്ത് മാറ്റുന്നതിന് മുന്നേ 20 പേരുണ്ടായിരുന്നു. ഇപ്പൊ 19 പേര് മാത്രമേ ഉള്ളൂ. ഒരാളെ കാണുന്നില്ല. എന്ത്? ഗുഡ് ഈവനിങ് സർ. ഇവിടെ എന്താ പ്രശ്നം ആഡംസ്? ഈ ആശ്രമത്തിൽ ഏകദേശം 20 കുട്ടികളുണ്ടായിരുന്നു. ആ 20 പേരെ ഇപ്പൊ കാണുന്നില്ല. ശരി, പിന്നെ കറണ്ട് പോയപ്പോ കുട്ടികളെ ചെക്ക് ചെയ്യാന്ന് കരുതി പോയതാ. അവരുടെ ബെഡിൽ അവരാരും ഉണ്ടായിരുന്നില്ല. ആരും തന്നെ. അവരെല്ലാവരും അങ്ങ് അപ്രത്യക്ഷരായി. എന്തെങ്കിലും സ്വപ്നം കണ്ടോ? ഡിന്നറിന് ചീസ് കഴിച്ചില്ലേ? അത് കഴിച്ചാൽ ദുസ്വപ്നം വരുമെന്ന് അമ്മ പറഞ്ഞു. എന്റെ കളറിംഗ് ബുക്ക് നോക്കുന്നോ? എന്റെ ക്ലോസറ്റിനകത്തൊരു വാമ്പയറിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്റെ അമ്മ പ്രേതവും വാമ്പയറും സത്യമല്ലെന്ന് പറയുന്നു. പിന്നെ ഇരുട്ടിനെ നോക്കി നമ്മൾ പേടിക്കേണ്ടെന്നും പറഞ്ഞു. നിന്റെ അമ്മ പറയുന്നതൊക്കെ തെറ്റാണ് മോനെ. ഇരുട്ടിനെ കണ്ട് പേടിക്കുന്നുണ്ടാണ് പകുതി ആൾക്കാർ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. പക്ഷേ എല്ലാരും പേടിക്കേണ്ടതല്ലേ പറയുന്നത്? സത്യം അറിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. പിങ്കട്ടൺ, ബുവനസ് എയർസിൽ നിന്ന് ഫ്ലൈറ്റ് 185 കാൺബി വന്നുകൊണ്ടിരിക്കുക. അവന്റെ കയ്യിൽ പുരാവസ്തുക്കളുണ്ട്.
നീ നേരെ എയർപോർട്ടിൽ പോയി കണ്ടാൽ മതി. നിനക്ക് സാധനം കൈ കിട്ടിയ ഉടനെ അവനെ കൊന്നുകളഞ്ഞേക്ക്. ആ പയ്യനെ പേടിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും മോശക്കാരനാക്കി ചിത്രീകരിച്ചിരിക്കുക. പക്ഷെ അവനെ രക്ഷിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കാരണം നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ നമുക്ക് പാരനോർമലെന്നോ സൂപ്പർ നാച്ചുറലെന്നോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ നമുക്കെല്ലാവർക്കും ഇരുട്ടിനെ പേടിയാണെന്നുള്ളത് സത്യം തന്നെയാണ്. കൊച്ചുകുട്ടികളടുത്ത് നമ്മൾ ഇല്ലാതെ കള്ളം പറയും, പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. വിശ്വസിക്കാത്ത കാര്യങ്ങളൊക്കെ ഭയമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഈ സത്യം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു കാര്യം നമ്മുടെ കണ്ണിന് മുമ്പിൽ ഇല്ലെങ്കിൽ അത് നമ്മളെ കൊല്ലില്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഓർമ്മയൊക്കെ പോകുന്നത്. അതിനു മുമ്പുള്ള ഒരു കാര്യം ഓർമ്മയില്ല. ഞാൻ ജീവിച്ച ഓർഫനേജിൽ നല്ലതല്ലാത്ത എന്തോ ഒന്നും നടന്നിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ ഇപ്പോഴും ഉത്തരം തേടുകയാണ്. അതുകൊണ്ട് നിങ്ങളെന്നെ വിശ്വസിക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. എൻ്റെ പേര് എഡ്വേർഡ് കൺവി. വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ പോവാം. പെട്ടിയൊന്നും കൊണ്ടുവന്നില്ല? പോകുന്ന സ്ഥലത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ കണ്ടു തന്നെ പോകണം. ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. എന്താ ജോലി? അതിനെപ്പറ്റി ചോദിക്കില്ലേ? അതെന്താ ചേട്ടാ അങ്ങനെ പറയുന്നത്? എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് വെറുതെ സംസാരിച്ചോണ്ടിരിക്കാമല്ലോ, സമയം പോവുമല്ലോ. ഞാനൊരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്ററാണ്. എന്താണ് ചേട്ടാ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? എന്താ സത്യമായിട്ട് അതിന്റെ അർത്ഥം എന്താ? നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയണമെങ്കിൽ ലോകത്തിലെ വിചിത്രമായ കാര്യങ്ങളെ തേടി കണ്ടുപിടിച്ച് വേട്ടയാടുന്നയാൾ. വിചിത്രമായ കാര്യങ്ങൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ ആ ക്യാബ് നമ്മളെ എയർപോർട്ട് മുതലേ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ്. സത്യമായിട്ടും? ഇതാ നോക്ക്. അപ്പൊ പറപ്പിക്കട്ടെ? അതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ദേ പോയി. എന്താ വിടാതെ പുറകെ തന്നെ ഉണ്ടല്ലോ. കാറിലിടിക്കാവരാ. എന്റെ ബോസ് അങ്ങനെ അറിഞ്ഞ എന്നെ കൊന്നു കളയൂടാ. ചേട്ടാ ഈ ഡാമേജ് ഒന്നും ഇൻഷുറൻസ് കവർ ആവത്തില്ല. മാറി ആ മാർക്കറ്റിൽ വണ്ടി എടുത്ത്. എന്തിനാ ആൾക്കാരെ കൊല്ലാനാണോ? ദൈവമേ ഇതെല്ലാം സ്വപ്നമായിരിക്കണേ. ആരും കാർ ഓടിക്കുന്നത്? പറ്റിയില്ലല്ലോ. അവളവിടെ പോയി. ഉമ്മാരെന്തിനാ ഇവിടെ കിടന്ന് അടി കൂടുന്നത്? ഉമ്മാർക്ക് എന്താ ഭ്രാന്താണോ ഈ റോഡിൽ കിടന്ന് അടി കൂടാൻ? ആരെങ്കിലും പോലീസിനെ വിളിക്ക്, പെട്ടെന്ന് ആരെങ്കിലും പോലീസിനെ വിളിക്ക്. എന്തിനാ ഇങ്ങനെ കിടന്ന് അടി? ഉമ്മാർ എന്താ ശരിക്കും പ്രശ്നം? ഉമ്മാരെല്ലാം എന്തിനാ ഓടുന്നത്? എന്തിനാ കിടന്ന് അടി കൂടുന്നത്?
അവിടെ. മിസ് സെഡ്രാക്ക്, ഒരു ഡെലിവറിയും കൂടി വന്നിട്ടുണ്ട്. ഇന്നത്തെ ലിസ്റ്റിൽ വരുന്നതൊന്നുമില്ലല്ലോ. ഇത് ഏത് മ്യൂസിയത്തിലേതാ? ഡോക്ടർ ഹജൻസിന്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു പാർസൽ വന്നിട്ടുണ്ട്. അപ്പോൾ മാറി വന്നതായിരിക്കാം. ഒരുപക്ഷെ അഫ്ഗാനി ഷോയുടേതായിരിക്കാം. അഫ്ഗാനിയോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അത് അമേരിക്കയിലെ പഴങ്കാലത്തെ ജനങ്ങളാണ്. അവരുടെ കൾച്ചർ സൂപ്പർ അഡ്വാൻസ്ഡ് ആണ്. 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് അവർ കാണാതെയായി മുഴുവനുമായിട്ട്. ഡോക്ടർ ഹജൻസ് ആണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഹലോ, ഇവരാണ് എലൻ സെഡ്രിക്. ഇവരാണ് അസിസ്റ്റന്റ് ക്യൂറേറ്റർ. ഞങ്ങളുടെ കയ്യിൽ ഈ ലോകത്തിന്റെ എല്ലാ പുരാതന സാധനങ്ങളും ഉണ്ട്. ഹഡ്ജൻസ് തിരികെ വരുന്നത് വരെ ചെക്കിങ്സ് ഒക്കെ ഞാനാ നോക്കുന്നേ. അല്ല, അദ്ദേഹം എവിടെ പോയത്? ഇനി 2 ദിവസത്തിൽ ഷോ ആരംഭിക്കാൻ പോവാണ്. മറ്റൊരു ആർക്കിയോളജിക്കൽ ഗ്യൂസിനെ തേടി പോയിരിക്കുക. അറേബ്യസിൽ നിന്നും ഒന്ന് കിട്ടിയിട്ടുണ്ടത്രേ. അപ്പോൾ എല്ലാ ജോലിയും നിങ്ങളെ ഏൽപ്പിച്ചു പോയല്ലേ? നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ മറക്കുന്നത് ഒരു നല്ല അവസരമാണ്. എന്തെങ്കിലും വേണമെങ്കിൽ എന്റെ ഓഫീസിലേക്ക് വരൂ. ഓക്കെ. ഇത് ഇത്രയേ ഉള്ളൂ? അയ്യോ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, എന്നെ വേണം പറയാം. 3 മാസമായിട്ട് അവരുടെ ബോയ് ഫ്രണ്ടിനെ കാണുന്നില്ല. ഓടിപ്പോയിട്ടുണ്ടാവും. വേറെ എവിടെ പോകാനാ? അതിരിക്കട്ടെ, ഇവിടെ വന്ന ജോലിയെല്ലാം കഴിഞ്ഞല്ലോ. എന്നാ വാ പോകാം. പോകാന്നാ പറഞ്ഞ. അങ്ങനെ പോയേക്കേ, തിരിച്ചു വന്നേക്കരുതേ. ശരിയടാ, പോടാ. മുങ്ങിപ്പോയ കപ്പലാണെന്ന് പറഞ്ഞിട്ട് ശവപ്പെട്ടി പോലെ ഉണ്ടല്ലോ ഇത്. അത് ഡിസ്റ്റർബ് ചെയ്യരുതായിരുന്നു. കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് ഞാൻ അരച്ചനെ തെടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് അവരെ കിട്ടിയത്. അതുകൊണ്ട് തന്റെ ഈ അന്ധവിശ്വാസങ്ങൾക്കൊന്നും എന്നെ തടയാനാവില്ല. ഓക്കെ ഏജൻസ്, വാ നമുക്ക് പോയി നോക്കാം. ഇതെന്തോ മനസ്സിലാവുന്നില്ലല്ലോ. എന്ത് സാധനം? ശവപ്പെട്ടി പോലെ ഉണ്ടല്ലോ ഇത്. എന്തോ ഒരു സാധനം പോലെ.
എഡ്വേർഡ്, ഞാൻ ജോണാ സംസാരിക്കുന്നത്. നീ ഇപ്പൊ എവിടെ എന്താ ചെയ്യണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എവിടെയാണേലും എന്നെ തിരിച്ചു വിളിക്കുക. ഒരു ചെറിയ കുഴപ്പമുണ്ട്. പ്രശ്നം തുടങ്ങിയെന്നാ തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുകയാണോന്ന് അറിഞ്ഞുകൂടാ. ദയവ് ഇതൊന്ന് വിളിക്ക്. എന്താടാ, അത് ഓപ്പൺ ചെയ്യാൻ പോവാണോ? ഇത് തന്നെയാണ് നീ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളെ ഉറപ്പ് വരുത്തിക്കോ. കണ്ടീഷൻസ് പെർഫെക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാനെ, അത് ഉറപ്പാ. ഇതെല്ലാം സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയിരുന്നേ? അഫ്ഗാനികളായിരുന്നു ആദ്യത്തെ സിവിലൈസേഷൻ എന്ന് അറിഞ്ഞൂടെ. അവരുടെ എല്ലാ വിലപ്പെട്ട സാധനങ്ങളും സ്വർണം കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. ദുഷ്ടാത്മാക്കളൊന്നും സ്വർണത്തിന് അടുത്തേക്ക് വരില്ല എന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ സ്വർണം എന്തിനാ ശേഖരിക്കുന്നതെന്ന് അറിയാതെയാണ് നമ്മൾ ശേഖരിക്കുന്നത്. വാ, ഇത് നമുക്ക് ട്രക്കിലേക്ക് കയറ്റി വെക്കാം. ഈ കണ്ടെയ്നർ മൊത്തം സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്തോ വലിയ നിധിയായിരിക്കും. അത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവണം. പക്ഷെ ഇത് എന്താണെന്ന് അറിഞ്ഞത് തന്നെ ആകണമല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, വേണ്ട, നീ വലിയൊരു തെറ്റായി ചെയ്യുന്നേ. ഈ നിധി നിന്റെ കൈ തന്നു വിട്ട് ഞാൻ അതിലും വലിയ തെറ്റ് ഞാൻ ചെയ്യാൻ വേറെ ഇല്ല. ഇവരെ എടുത്ത് എറിയ അങ്ങോട്ട്. വേണ്ട, പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. എന്തായിരിക്കുന്നത്? ഞാൻ പറയുന്നത് കേക്ക്. വേണ്ട, അത് തുറക്കരുത്.
ഇത് നല്ല കാര്യമാണോ മൈൽസ്? സാർ, കൺട്രോൾ റൂമിൽ ഒരു വ്യത്യസ്തമായ സിഗ്നൽ വന്നിട്ടുണ്ട്. വ്യത്യാസം ഉണ്ടെന്നോ? അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ അവസ്ഥ പോലെ ഇങ്ങനെയാ? അത് സാർ, നോർമലി പാരാനോർമൽ ആക്ടിവിറ്റിയും 3 to 5 മാത്രമേ ഉണ്ടാവുള്ളൂ. അതറിയാം മൈൽസ്. ഇപ്പൊ സെൻസറിൽ എന്താ വന്നോണ്ടിരിക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പൊ അത് 15-ന് മുകളിൽ പോകുന്നുണ്ട്. എന്ത് പ്രശ്നമുള്ളത്? അളവിനേക്കാൾ കൂടുതലാണ് ഇലക്ട്രോ മാഗ്നറ്റിക്സ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. എല്ലാ സെൻസറും ഞാൻ റീകാലിബ്രേറ്റ് ചെയ്യാം സാർ. മാൽ ഫംഗ്ഷൻ ഒന്നുമില്ല സർ, എല്ലാം കറക്റ്റായ റീഡിംഗ് ആണ്. എന്റെ ദൈവമേ. ഹലോ, എനിക്കൊരു ഷിപ്മെന്റ് വന്നിട്ടുണ്ടോ? അതൊരു അതിശയിപ്പിക്കുന്ന പീസാണ് ഡോക്ടർ അജൻസ്. അതിന്റെ പിക്ടോഗ്രാംസ് ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത് ആ ക്രേറ്റ് തുറക്കാൻ പാടില്ല. ഇല്ല, നിങ്ങൾക്ക് കാറ്റലോഗ് ചെയ്യാൻ വേണ്ടി. എന്തോ പറഞ്ഞു, അത് മാത്രം ചെയ്യുന്നീ. ആ ടാബ്ലറ്റ് നീ തൊട്ടുപോയേക്കരുത് കേട്ടല്ലോ. ഞാൻ അവിടെ വന്നിട്ട് ഞാൻ തന്നെ നോക്കിക്കോളാം അത്. പക്ഷേ ഡോക്ടർ, അത് പിന്നെ സർ, അവരെ കണ്ടുപിടിച്ചു. സിസ്റ്റർ ക്ലാരയുടെ എന്തോ പ്രശ്നം. എല്ലാരും തിരികെ വന്നോ? ഹലോ. ഫോൺ എടുത്തതിന് നന്ദി എഡ്വേർഡ്. ഏയ് ലിൻഡ, എന്തു പറ്റി? നമ്മുടെ ജോൺ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ തുണിയെല്ലാം ഇവിടെ തന്നെ ഉണ്ട്, കാറും ഗ്യാരേജിൽ തന്നെ ഉണ്ട്. എന്നാ അങ്ങേര് പാതിരാത്രിക്ക് എഴുന്നേറ്റ് എവിടെയോ പോയതുപോലാ തോന്നുന്നത്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. അഫ്ഗാൻ ലെജൻഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലോകത്തിന്റെയും ആ ഇരുളടഞ്ഞ ലോകത്തിന്റെയും വാതിൽ തുറക്കുമ്പോൾ ആ ലോകത്തിലെ ആൾക്കാരോടൊപ്പം നമ്മുടെ ലോകത്തിലെ ആൾക്കാരുടെയും ജീവൻ രക്ഷപ്പെട്ടു. അവർക്ക് അതീന്ദ്രിയ ശക്തികൾ ലഭിച്ചു. പക്ഷേ മനുഷ്യത്വം നഷ്ടപ്പെട്ടു. എന്നെ കൊല്ലാൻ നോക്കിയതിനും അതുപോലത്തെ ഒരാളാണെന്ന് തോന്നുന്നു. എനിക്കെന്തോന്നും ശരിയായിട്ട് തോന്നുന്നില്ല. ജോണിനും മറ്റുള്ളവർക്കും അതാണ് സംഭവിച്ചതെന്ന് തോന്നുന്നു. എഡ്വേർഡ്, ചെറുപ്പം മുതൽ നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് അല്ലായിരുന്നു? അതുകൊണ്ട് നിങ്ങളോട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഏയ്, അങ്ങനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പുള്ളി എവിടെയാ എഡ്വേർഡ്? ഇവിടെ എന്താ നടക്കുന്നത്? എന്ത് സംഭവിച്ചെന്ന് ഞാൻ കണ്ടുപിടിക്കും. ജോണിനെ കണ്ടുപിടിക്കും. നീ വിഷമിക്കാതിരിക്കേ. ഓക്കെ. ഞാൻ ഫിഷറെ സംസാരിക്കുന്നത്. ഞാനാണ് കാൻഡി. എഡ്വേർഡ്, ഒരുപാട് നാളായല്ലേ? നീ എനിക്കൊരു സഹായം ചെയ്യണം. അവസാനമായിട്ട് 7:30 വിട്ട ചോദിനോട് സംസാരിച്ചതാ. എന്താ കാര്യം? ഓർഫനേജിൽ എന്നോടൊപ്പം ജീവിച്ചിരുന്ന എന്റെ ഫ്രണ്ടിനെ ഇന്നലെ കാണാതായി. അവന്റെ പേര് ജോൺ ഡിലൻ. അവനെ പറ്റി എന്തെങ്കിലും വിവരം അറിയാമോ? ഈ കാര്യം എല്ലാവരും അറിഞ്ഞ എന്റെ അവസ്ഥ പോക്ക. ശരി, ചെക്ക് ചെയ്തിട്ട് പറയാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചു നോക്കാം. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ആ പഴയ സ്ഥലത്ത് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ? നീ സൂക്ഷിക്കണം എഡ്വേർഡ്. ശരി, നോക്കാം. നിന്നെ കണ്ടിട്ട് എത്ര നാളായി എഡ്വേർഡ്? ഞാൻ നിങ്ങൾക്ക് ചായ ഇട്ട് കൊണ്ടുവരട്ടെ? ശരി, പോയി എടുത്തിട്ട് വാ സോഫി. നീ വലിയ ആളായല്ലോ. രാത്രിയൊക്കെ ഇപ്പൊ നല്ല ഉറക്കമില്ലേ? സിസ്റ്റർ, ഇന്നലെ രാത്രി ജോണിനെ കാണാതായി. എന്റെ കാര്യത്തിലൊരു സംഭവം ഉണ്ടായി. അത് വീണ്ടും സംഭവിക്കണോ? എനിക്ക് സിസ്റ്ററിന്റെ സഹായം ആവശ്യമുണ്ട്. മറ്റുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം. ആ ഫയലുകൾ ഞാൻ എടുത്തിട്ട് വരാം. നീ വാ. നിന്നെ കണ്ടപ്പോ വളരെ സന്തോഷം തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇത് വളരെ വിചിത്രമായി തോന്നുന്നു അല്ലേ? പെട്ടെന്ന് കാണാതെ പോയിരിക്കുന്നു.
നിങ്ങളും ഈ കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും അറിയുകയാണെങ്കിൽ പറയാം ഞാൻ. ഓക്കെ, താങ്ക് യു. എനിക്ക് 20 വയസ്സുള്ളപ്പോഴാണ് ഞാൻ 713 ജോയിൻ ചെയ്യുന്നത്. പാരാനോർമലിനെ പറ്റി പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അറിഞ്ഞു. ഒരു നല്ല ഏജൻറ്റുമായിരുന്നു. പക്ഷേ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ അഫ്ഗാനി ആർട്ടിക്കിളൊക്കെ തുറക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ ക്ലാസിഫൈഡ് ആവുന്നു. അപ്പോഴാണ് 713 ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ എന്തുകൊണ്ട് ഇവിടെ വരാൻ സമ്മതിച്ചു? എന്തോന്ന് മനോഹരമായ ദിവസം. എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം വരെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് പീക്കിന് ഇഷ്ടമല്ലേ? നിനക്കിപ്പോഴും എല്ലാം ഓർമ്മയുണ്ടല്ലേ? അതാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനവും. നീ എന്നോട് ചോദിച്ച 3 പേരെക്കുറിച്ച് ഞാൻ ട്രാക്ക് ചെയ്തു. ഇന്നലെ രാത്രി എല്ലാവരും കാണാതെയായിരിക്കുന്നു. എല്ലാം സെയിം സ്റ്റോറിയാണ്. സൂട്ട് കേസും കൊണ്ടുപോയിട്ടില്ല, കാറും കൊണ്ടുപോയിട്ടില്ല. രാത്രി സമയത്ത് നടക്കുമ്പോൾ അങ്ങനെ കാണാതെയായിരിക്കുന്നു. അപ്പോൾ 19 ആൾക്കാർ മിസ്സിംഗ് ആണെന്ന് പറയാം. ഇതിനപ്പുറം ഞാനൊരു ക്രോസ് റെഫറൻസും ചെയ്തു നോക്കി. പൊതുവായിട്ട് നോക്കുവാണെങ്കിൽ ഒന്നുമില്ല. പക്ഷേ അവർ വളർന്നത് ഒരേ ഓർഫനേജിലാണ്. അതും നിൻ്റെ ഓർഫനേജില്ല. നടക്കുന്നത് എന്താണെന്ന് നീ വേണം പറയാൻ. കാറുണ്ടേ അതാണ് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. താങ്ക് യു. അത് കണ്ടുപിടിച്ച ഉടനെ തന്നെ ഞാൻ പറയാം. 730 എനിക്കിപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മിസ് സെഡ്രിക്, നിങ്ങളെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. നീ മരിച്ചെന്ന് ഞാൻ പേടിച്ചു പോയി. ദൈവമേ, എനിക്കൊരു 5 മിനിറ്റ് സമയം താ. ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം. എന്തോ തന്നോട് പ്രത്യേകം പറയണോ? ഇല്ലില്ല, അതൊക്കെ നിന്നെ. ഞാൻ പോവാ. എന്നോട് ഒരു കാര്യം പറ. ഇനിയും ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിക്കാനാണ്? ഇത് കണ്ടോ? ട്രാൻസ്പോർട്ട് ലൈനിലുള്ള ജോലിക്കാരെ കണ്ടുപിടിക്കാനായിട്ട് ആമസോണിൽ ഞാൻ 6 ആഴ്ചയുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പോലും അറിയാതെ ആർട്ടിഫാക്റ്റിലുള്ള എക്സ് മിലിറ്ററി ബ്ലാക്ക് മാർക്കറ്റിൽ ഞാൻ പെട്ടെന്നുള്ള കാര്യം മനസ്സിലായത്. ഇത് ചിലിയുടെ തെക്ക് ഭാഗത്തു നിന്ന് കണ്ടുപിടിച്ചതാണ്, ഒരു ഗോൾഡ് മൈനിൽ നിന്ന്. ഇത് അഫ്ഗാനിയുടേത്. എനിക്ക് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? ലെറ്റർ എങ്കിലും അയച്ചിരിക്കാം. നീ ജീവനോടെ ഉണ്ടെന്നെങ്കിലും എന്നെ അറിയിക്കാമായിരുന്നില്ലേ? ഇതിലുള്ള എഴുത്തെന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നോക്ക്. എനിക്കറിയില്ലേ. പ്രശ്നം എന്താണെന്നാൽ ഇതൊക്കെ വേറെ വേറെ സ്ഥലങ്ങളിലുള്ളതാണ്. വെനസുല, ന്യൂ ഫൗണ്ട്ലാൻഡ്, അലൈസ്ക, പിന്നെ ഇത് ചില്ലിയിലുള്ളത്. 10,000 വർഷം എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ അതിരുകളായിരിക്കണം ഉദ്ദേശിക്കുന്നത്. ശരിയാണ്. പക്ഷെ എന്തുകൊണ്ട്? ഒരു സംശയമുണ്ടാക്കാനായി ഇതൊക്കെ എന്തിനാ വേറെ വേറെ സ്ഥലങ്ങളിൽ വെച്ചത്? ഇതിനിപ്പോൾ എന്ത് പറ്റി? ആ റോബ് എന്താ അവിടെ ചെയ്യുന്നേ? നമുക്കൊരു മൂഡ് സെറ്റ് ചെയ്യാൻ നോക്കാണെന്ന് തോന്നുന്നു. അത് താ ഇവിടെ. ഹലോ, ഹലോ. മിസ് സെഡ്രിക്, മിസ്റ്റർ കാർബി,
ഇതെന്താ ഒരു ലൈറ്റ് പോലും കത്തുന്നില്ലല്ലോ? നീ എന്നെ കാണാൻ വരുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ. അത് ഞാനും ചോദിക്കേണ്ട ചോദ്യമല്ലേ? എന്തുപറ്റി? ഒന്നുമില്ല, പെട്ടെന്ന് എന്റെ കഴുത്തിൽ രോമാഞ്ചം വന്നതുപോലെയുണ്ട്. ഹലോ, നിനക്ക് ആ ശബ്ദം കേട്ടോ? റോബ്, ഇവിടെ നിൽക്കട്ടെ, പോവാം. പെട്ടെന്ന് എന്താ അത്? അത് നമ്മളെ കണ്ടു. പെട്ടെന്ന് കഥ നോക്കിയേ, വേഗം ആ ചാവിന്റെ കഥ നോക്കിയേ. പറ്റുന്നില്ല, ഒരു മിനിറ്റ്. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എനിക്കൊന്നും പറ്റിയില്ല. ഈ ഏരിയ മുഴുവൻ സെക്യൂരിറ്റിയോട് ചെക്ക് ചെയ്യാൻ പറ. മൈൽസ് സർ, ഫിഷേഴ്സിനെ കോൾ ചെയ്തിട്ട് അവരുടെ ആളുകളോട് വരാൻ പറ. വാ, പോവാം. പോയിക്കോ, എല്ലാരും പുറത്തേക്ക് പോയിക്കോ. സ്കാനർ ക്ലിയർ ആണോ? എല്ലാം ക്ലിയർ ആണ് സാർ. നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത് ഗ്രാൻഡ് പി? ഏയ് ബുർക്ക്, കണ്ടതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളിവിടെ വരാൻ പാടില്ലായിരുന്നു. ഇത് എൻ്റെ യൂണിറ്റാ. സംഭവം അടിപൊളിയാണല്ലോ. നീയല്ലേ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയത് ഗ്രാൻഡ് പി. 7:30 വിട്ടതിന് ശേഷം നീ സോഫ്റ്റ് ആയോ? മേടിക്ക് ഇവിടെയാണുള്ളത്. നീ വേണമെങ്കിൽ നിന്റെ കൈ കാണിക്കേ. എന്റെ കൂടെ വന്നോളൂ. നീ നടന്നു, ഞാൻ വരാം.
ഇനിയും നീ എന്തിനാ നിൽക്കുന്നേ? ഞാൻ ഇങ്ങോട്ട് വന്നതല്ല. ഈ മ്യൂസിയത്തിൽ കണ്ണിന് കാണാത്ത ഒരു സാധനം ഓടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. അതെന്താണ് സിറ്റിയിൽ, അത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ച് 713 എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റും. 713 നീ ഇപ്പൊ ഇല്ല, മനസ്സിലായോ? ആ ഇൻഫർമേഷൻ ക്ലാസിഫൈഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ മിണ്ടാതെ നീ നിന്റെ ജോലി നോക്ക്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നിന്റെ സഹായം എന്തായാലും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇവനെ ഇവിടുന്ന് കൂട്ടിയിട്ട് പോ മാർക്കോ. ഞാൻ നിന്നോട് സമാധാനമായിട്ടാണ് ചോദിച്ചത്. എന്താണ് ഓവറായിട്ട് കാണിക്കുന്നേ? എന്നെ വിടെ. നീ പറഞ്ഞത് ശരിയാ. ഒരു പക്ഷെ ഞാൻ ചിലപ്പോൾ സോഫ്റ്റ് ആയിരിക്കാം. നിന്റെ ജോലി നോക്കി പൊക്കോ. കമോൺ മൈൽസ്, അവന് വട്ട. താങ്ക് യു വെരി മച്ച് ബുർക്ക്. ഹേയ്, ഹായ്. നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. ആ ആർട്ടിഫാക്ട്സിനെ കുറിച്ച് എനിക്കറിയണം. അങ്ങനെയാണ്. അപ്പോൾ ജോണിന് മറ്റുള്ളവർക്ക് എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുത്ത് വരാം. നമുക്ക് അതിന് ശേഷം മീറ്റ് ചെയ്യാം. ഓക്കെ? ശരി, ഓക്കെ. ഹേയ്, നീ എവിടേക്കാ പോന്നേ? ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ സ്ഥലം ഞങ്ങൾ ലോക്ക്ഡൗൺ ചെയ്ത് വെച്ചിരിക്കാം. ഞാൻ എൻ്റെ തിങ്സ് കളക്ട് ചെയ്യണം. ഓക്കെ, നീ എന്തെങ്കിലും കണ്ട പെട്ടെന്ന് എന്നോട് പറ. ഓക്കെ. നീ ഇവിടെ വരാൻ പാടില്ല കാണുമ്പേ. ഞാനല്ല വന്നത്, കമാൻഡർ ബുർക്കാണ് വന്നത്. നിന്റെ ഈ ആവേശം ശവത്തിൻ്റെ മേലെയുള്ള നിന്റെ ഫിംഗർ പ്രിൻറ്റുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഫിഷ്, ഞാൻ വിശ്വസിക്കണം എന്നാണ് പറയുന്നതെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനിയും കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇയാൾ ആരാണെന്ന് മനസ്സിലായോ? ഇവന് ഡെൻറ്റൽസ് ചെക്ക് ചെയ്ത് നോക്കി. ഏജന്റ് ജെയിംസ് പിങ്കർട്ടൺ. ഇവനും ഒരു X713 ആണ്. എന്ത്? അപ്പോൾ ഇവനൊരു ഏജന്റാണോ? എപ്പോ? 20 കൊല്ലം മുമ്പ് MIA പോയി. അവരെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ട് ഈ റെക്കോർഡൊക്കെ ക്ലാസിഫൈഡ് ആണ്. പക്ഷെ ഇവനെന്തിനാ എന്നെ കൊല്ലാൻ നോക്കി? ഒരു പക്ഷേ ഇതിനും അതിനും എന്തെങ്കിലും ബന്ധമുണ്ടാകാം. ഇവരെ നട്ടലും ഏത് ചേർന്നിരിക്കുവാണ്. ഓ, ഇവിടെ മറ്റൊരു പീസും കൂടെയുണ്ട്. പക്ഷേ രണ്ടും കട്ടായിരിക്കുന്നു. ഇതുപോലത്തെ സിംബയോസിസ് ഞാൻ കണ്ടിട്ടേയില്ല. ചിലപ്പോൾ ഇതുകൊണ്ട് അവൻ്റെ നെർവസ് സിസ്റ്റം കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ടാവാം. സ്കാനറിൽ എന്തോ റീഡിംഗ് വരുന്നുണ്ടല്ലോ. എന്താ ഇത്? എപ്പോഴും അഫ്ഗാനിയെ കാണുമ്പോൾ എനിക്കൊരു അതിശയമാണ്. ആ കാലത്തിലെ മനുഷ്യർ വേട്ടയാടി ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ സിവിലൈസേഷനിലുള്ള ജനങ്ങൾ മാത്രം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളവരായിരുന്നു. ഡോക്ടർ അജൻസ്, നിങ്ങൾ എപ്പോഴാ വന്നത്? കുറച്ചു നേരം ആയതേ ഉള്ളൂ. നിനക്കെന്തോ നല്ല കാര്യം പറയാനുണ്ടെന്ന് ഞാൻ കേട്ടു. നിനക്ക് സുഖമല്ലേ? കുഴപ്പമില്ല, ചെറിയ പേടിയുണ്ട്, പക്ഷെ ഓക്കെ. ഞാൻ ഇതിനു മുമ്പ് നിന്നോടെന്തോ പറഞ്ഞായിരുന്നു, അത് കാര്യമാക്കണ്ട കേട്ടോ. പക്ഷേ ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ എന്താ ഇവിടെ തന്നെ? ആ ഇമേജ് എവിടുന്നാ കിട്ടിയേ? എഡ്വേർഡ് തന്നതാണ്. ഇതൊരു വലിയ സംഭവമാണല്ലോ. എനിക്കത് അനലൈസ് ചെയ്തേ പറ്റൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. ഞാൻ നിന്നോടൊന്നും ചെയ്യാൻ പറഞ്ഞില്ല. ആ ആർട്ടിഫാക്ട്സ് എവിടെയാ? ഇവിടെ എല്ലാം ഓക്കെ അല്ലേ? ആരാ നീ? മിസ് സെഡ്രാക്കിന്റെ സെക്യൂരിറ്റി. ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാം. ഡോക്ടർ ലയണൽ ഹഡ്ജൻസ്, സയൻസ് സ്പൈ ഡിവിഷനിലെ ഫോർമർ ഏജന്റ് ആയിരുന്നു. ഇപ്പോൾ 713 അഡ്വൈസർ ആണ്. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം സർ. എന്ന് വെച്ചാൽ എന്റെ ക്യൂരിയോസിറ്റി ഞാൻ നാളെ കാലത്ത് വരെ പിടിച്ചു നിർത്തണമല്ലേ?
ഡോക്ടർ ഹജൻസ്, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കണം. നിങ്ങൾ ആ അറേബീസിനെ കണ്ടുപിടിച്ചോ? ഈ പ്രാവശ്യം കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല. നീ നേരത്തെ പറഞ്ഞില്ലേ, ഇതും ഒരു തരത്തിലെ വൈൽഡ് ഗൂസ് ചേസ് ആണ്. ഇതുപോലത്തെ ഒരെണ്ണം നിന്റെ അകത്തുണ്ടല്ലോ, പക്ഷേ ഇത് ഇൻകംപ്ലീറ്റ് ആണ്. കുട്ടിക്കാലത്ത് എന്നെ ഒന്ന് ഷോക്ക് അടിച്ചായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ അത് മരിച്ചുപോയി കാണും. അത് റിമൂവ് ചെയ്യാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കാം. അങ്ങനെ ചെയ്താൽ നീ പാരലൈസ് ആവുമല്ലോ. കണ്ടിട്ട് ജീവനുള്ള പോലെ തോന്നുന്നില്ല. അതിനെ അങ്ങനെ തന്നെ വിട്ടാലോ? ആ മ്യൂസിയത്തിൽ കണ്ട ക്രീച്ചറിനും മീനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇതിനെ സീനോസ് എന്ന് പറയും. പേര് കൊള്ളാമല്ലോ. ഇത് ആദ്യം എപ്പോഴാണ് വന്നത്? 2 കൊല്ലം മുമ്പ്. അന്ന് തൊട്ട് 730 ശ്രദ്ധ മുഴുവനും ഇതിനോടാണ് ഉള്ളത്. പക്ഷേ ഇത് വനഭാഗത്ത് കാണുന്നതിന് പകരം കൂടുതലും സിറ്റിയിലാണ് കാണപ്പെടുന്നത്. അതിന് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ? അതുങ്ങളുടെ വീക്ക്നെസ് നോക്കുവാണെങ്കിൽ എലമെൻറ്റ് 76ഉം 79ഉം ആണ്. ഓസ്മിയം, ഇറിഡിയം, പ്ലാറ്റിനം ആൻഡ് ഗോൾഡ്. അതുങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റിയെ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിനടുത്തുള്ള ഫ്ലാഷ് ലൈറ്റൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്തത്? അതോ, ഒരു കനത്തിൻ്റെ പവർ സോഴ്സിൻ്റെ തൊട്ടടുത്ത് എപ്പോഴാണോ ഉള്ളത് അപ്പോൾ ഡിസ്ട്രപ്ഷൻ കുറയും. ഇത് കണ്ടോ, അതുങ്ങളുടെ ഡിസ്ട്രപ്ഷൻ ഫീൽഡ് കാലിബ്രേറ്റ് ചെയ്ത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഇതുകൊണ്ട് അതുങ്ങളെ കാണാൻ കഴിയില്ല, പക്ഷേ അടുത്ത് വന്ന് തിരിച്ചറിയാൻ കഴിയും. അത് വളരെ ഇരുട്ടായ സ്ഥലത്താണ് ജീവിക്കുന്നത്. സൂര്യൻ്റെ വെളിച്ചം തട്ടിയ എൻ്റെ ജീവൻ അപകടമാണ്. പക്ഷേ ചില ലൈറ്റ് ഫ്രീക്വൻസി മാത്രമേ ഇതുങ്ങളെ ഹേർട്ട് ചെയ്യൂ. ഈ ലൈറ്റ്സൊക്കെ അതുങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഫ്രീക്വൻസിയിൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ മാക്സിമം ഡാമേജസിന് വേണ്ടി ബുള്ളറ്റ്സിനെ ഉപയോഗിക്കും. ഇതിൻ്റെ മുകളിൽ പോട്ടോൺ ആക്സിലറേറ്റഡ് ലൂമിനസെൻറ്റ് റൈസിനുണ്ട്. ഇത് അതുങ്ങൾ മുഴുവനെയും ഇല്ലാതെയാക്കും. എനിക്കിത് ഒരുപാട് വേണം. ഇന്നലെ എന്നെ കൊല്ലാൻ നോക്കില്ലേ? ഞാൻ ചിലിന്ന് കണ്ടുപിടിച്ച ആർട്ടിഫാക്ട് തേടിയാണ് അവനും വന്നത്. ആ ക്രീച്ചേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന സാധനത്തിനാണ് അവനെ കൺട്രോൾ ചെയ്യുന്നത്. മ്യൂസിയത്തിലുള്ള സീനോസും അത് തേടിയാണ് വന്നത്. അപ്പം ജോണിനെ മറ്റുള്ളവരെയും കാണാതെ പോയത് വാസ്തവമായിരിക്കില്ല. ഞാൻ സത്യത്തിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞു, അതെനിക്ക് മനസ്സിലായി. പക്ഷെ അതാര് കൺട്രോൾ ചെയ്താലും ശരി, എന്നെ അന്വേഷിച്ച് ഇനിയും പലതും വരും. അന്റോണിയോ, 1999 തൊട്ടുള്ള എല്ലാ ആക്ടിവിറ്റിയും എനിക്ക് എടുത്തതാ. ഇവിടെ നോക്ക്, അതിന് സാധ്യതയുണ്ട് എന്ന സാധ്യത ഇല്ലാതെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ഡേറ്റ ഇവിടെ ഇല്ല. ഡേറ്റ ഇല്ലാതെ എങ്ങനെ ലിസ്റ്റ് എടുക്കാം ഞാൻ? എന്നെ ഒന്ന് തനിച്ച് വിട്. കമാൻഡർക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന്.
ക്രാൻപിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? എന്തിന്? നമുക്ക് ആവശ്യമുള്ള ഇന്റൽ അവൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ അവനെ വിശ്വസിക്കുന്നു. അവനെ വിശ്വസിക്കുന്നെന്നോ? ശരി, പക്ഷെ നമുക്കും ആ വിശ്വാസം ഉണ്ടാവണമല്ലോ. നിങ്ങൾ ആരുടെ ഭാഗത്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നിങ്ങളെ യൂണിറ്റിൽ നിന്ന് ഒഴിവാക്കിയേക്കാം. അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നോ? നിങ്ങൾക്ക് ഒരുമിച്ച് സിനിമയ്ക്ക് പോകാം, പിസ്സ കഴിക്കാം. നീ എന്താണ് പ്രതീക്ഷിക്കുന്നത്? എഡ്വേർഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യവും എനിക്കറിയണം. അതുകൂടാതെ നീ ഒന്നും മിണ്ടാനും പാടില്ല. എന്താ, മനസ്സിലായോ? മനസ്സിലായി. ഒരു മിനിറ്റ്, ഞാൻ നോക്കാട്ടോ. സാറാ, സാറാ, എന്റെ ദൈവമേ, സാറാ! അത്രേ ഉള്ളൂ. ഇനി തൊട്ട് നീ ഞങ്ങളിൽ ഒരുവനാണ്. ഈ പീസസ് എല്ലാം ഒരുപോലെ സെറ്റാവുന്നു. ഇതിനുള്ള മറുപടി നീയാണ് കണ്ടുപിടിച്ചു തരേണ്ടത്. ഈ പീസസ് ഒക്കെ ഇങ്ങനെ ഒന്നായി എന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇതിന്റെ കോൺസ്റ്റലേഷൻ ലൊക്കേഷനിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മൾ എന്താണ് അന്വേഷിക്കുന്നതെന്ന് പറയണോ? ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ അഫ്ഗാനിസ് ഒക്കെ കോൺസ്റ്റലേഷൻ ഉപയോഗിച്ചിരുന്നു. അത് നമ്മൾ 100 മൈൽ റേഡിയേഷനിൽ അത്ര എളുപ്പത്തിൽ കാണാൻ സാധിക്കില്ല. എഡ്വേർഡ്, ഒരുപക്ഷെ ഇത് ശരിയാണെങ്കിൽ കമ്പ്യൂട്ടറിനെ കൊണ്ട് ഇതിന്റെ ലൊക്കേഷൻ കണ്ടെത്താനാകും. അത് ശരിക്കും നമ്മുടെ ഏരിയ തന്നെയാണോ? അതൊന്നും അറിയണമല്ലോ. പിടിക്കേ, അവിടെ ജോൺ 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 ഞാനാണ് എഡ്വേർഡ്. നമുക്കിവിടെ നിൽക്കേണ്ട, ആ ഭാഗത്തേക്ക് പോവാം. പെട്ടെന്ന് പെട്ടെന്ന്. ഈ ഭാഗത്തേക്ക് വാ.
നമുക്കിവിടെ രക്ഷപ്പെട്ടാൽ മതിയാവും. പെട്ടെന്ന്. ഞാൻ ജോണിനെ കൊന്നു. നീ എന്താണ് പറയുന്നേ? അവനും അവരിൽ ഒരാളാണ്. അവനെ ആരും നിയന്ത്രിച്ചിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല. ആകെ എത്ര പേരാ? നിങ്ങൾ മൊത്തം 20 പേരാണ്. ക്രാഷ്. ആൽഫ യൂണിറ്റ് റിപ്പോർട്ടിംഗ്. ബോഡി കൗണ്ട് 6 പേര് മരിച്ചിരിക്കുന്നു. മെഡ്സിനോട് ഇങ്ങോട്ട് വരാൻ പറ. നമ്മുടെ എത്ര പേരുണ്ട്? ഇതുവരെ 9 പേര് സാർ. സർ, ഇവിടെ ചില റീഡിങ്സ് കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനാവുന്നില്ല. റീഡിങ്സ് വളരെ അധികമാണ് ഇപ്പോൾ. ഏജൻസ് എല്ലാവരും സൂക്ഷിച്ചിരിക്കണം. അത് നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. ശ്രദ്ധിച്ചു നിൽക്ക്. ക്രാൻപി, തോക്ക് താഴെയിട്. താഴെയിടാനാ പറഞ്ഞേ. പഴയതുപോലെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. നിനക്ക് ഇൻഫെക്റ്റ് ഉണ്ടെന്നറിയാം. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ. എന്താ തമാശ പറയാണോ? 7th Grade ആദ്യം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് പറയേ. നമ്മൾ ആദ്യം നമ്മളെ തന്നെ വിശ്വസിക്കണം. എന്നെ കണ്ടാൽ ആ മൃഗത്തെ പോലെയാണ് തോന്നുന്നത്. നിന്റെ തോക്ക് താഴെയിടാനാ പറഞ്ഞേ. വരൂ, ഇതുവഴി പോകാം. Hey, boy! ക്രാഷ്, ഞാൻ ചെങ്ങാണ്. ഞങ്ങൾ അപ്പർ ലെവലിലുണ്ട്. എനിക്കിവിടെ 4 സിഗ്നേച്ചേഴ്സ് കാണാം. അവർ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. മിക്കവാറും നിങ്ങളെ ആക്രമിച്ചേക്കാം. ലോവർ ലെവലിലേക്ക് ഞാൻ ബാക്കപ്പ് അയക്കുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. വേഗം ബാക്കപ്പ് അയക്കേ. ബാക്കപ്പിന് വന്നവർ ടാർഗറ്റിനെ വഴിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവരിപ്പോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതല്ല.
ആരും വെടിവെക്കല്ലേ, വെയിറ്റ് ചെയ്. വേറെ ആരെങ്കിലും ഉണ്ടോ? സ്കാനർ ക്ലിയർ ആണ്. ക്രാഷ്. അവിടെ ഹീറ്റ് സിഗ്നേച്ചേഴ്സ് ഒന്നും തന്നെയില്ല. ക്ലിയർ. വീണ്ടും പറയാണ്, അവിടെ ആരും തന്നെയില്ല. എങ്കിൽ വാ പോവാം. യെസ് സാർ. ഒരു ബോഡിയിലും തൊടാൻ പാടില്ല. അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് മെഡ്സും സയൻസ് സ്പൈസും അങ്ങോട്ടെത്തും. കമാൻഡർ ബ്രൂക്ക്, ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഏജൻസും നിങ്ങളുടെ സെക്ടറിലുള്ള ഗോൾഡ് മൈൻസിലേക്ക് പോവുകയാണ്. കാരണം സ്കാനിൽ കറക്റ്റായ അതേ ലൊക്കേഷനിൽ നിറയെ സീനോസിന്റെ സിഗ്നേച്ചേഴ്സ് കാണാനുണ്ട്. അതുകൊണ്ട് അവിടെ നടക്കാൻ പോകുന്ന ഓപ്പറേഷനെ നിങ്ങൾ കമാൻഡ് ചെയ്യണം. നിങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ എന്താ നടക്കുന്നത് ആരെങ്കിലും ഒന്ന് പറയാമോ? ഒരുപാട് റീഡിങ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതല്ല ചോദിച്ചത്, ഇവിടെ എന്താ നടക്കുന്നതെന്നാണ് ചോദിച്ചത്. ഇവിടെ നോക്ക്, ഫിഷറോടൊപ്പം ഹഡ്ജൻസിയും കാണുന്നില്ല. ഇതെന്തോ ഒരു തുടക്കം പോലെ എനിക്ക് തോന്നുന്നത്. ഹഡ്ജൻസിനും ഇതിനും എന്താണ് ബന്ധം? അതാ എനിക്ക് മനസ്സിലാവേണ്ടത്. പോകുന്ന വഴിയിൽ ഞാൻ നിങ്ങളോടെല്ലാം പറയാം. വാ പോവാം. ക്രാഷ്, ഈ സ്ഥലം മുഴുവനായിട്ട് ലോക്ക് ചെയ്യ്. സയൻസ് സ്പൈ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സർ. ആ പിന്നെ ക്രാൻപേ, എനിക്ക് എൻ്റെ ID തിരിച്ചു വേണം. പെട്ടെന്ന് വാ, പോവാം. ഈ ആക്സസ് ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കട്ടെ. വാ 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 വാ, നിൽക്കാതെ പൊക്കോട്ടെ ഇരിക്ക്. പോ 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 പോ. അത് കൊണ്ടുപോയി അവിടെ കൊണ്ടുവെക്ക്. പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് എടുത്ത് വയ്ക്കോ. പെട്ടെന്ന് മൂവി. ആ ഗൺസ് എടുത്ത് വയ്ക്കോ. ഇവിടുത്തെ ലോഡ് ചെയ്യാം. നമ്മളിപ്പോ എങ്ങോട്ടാണ് പോകുന്നത്? ബ്രിട്ടാനിയ ഗോൾഡ് മൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ബ്രിട്ടാനിയ പയനോ? അവിടെയാണ് ഞാൻ വളർന്നത്. ഇപ്പൊ എന്തിനാ അവിടേക്ക് പോകുന്നത്? അവിടെ ജോലി ചെയ്ത 6 പേര് ഏതൊരു തരത്തിൽ മരിച്ചതുകൊണ്ട് അത് 22 വർഷം മുമ്പേ അടച്ചുപൂട്ടി. 730 അത് ഇൻവെസ്റ്റിഗേറ്റ് ആ ചെയ്തു. സ്ഥലത്തെ കുറിച്ച് റിപ്പോർട്ടുണ്ട്. അവിടെ പാരനോർമൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. പക്ഷേ ഒരു പ്രശ്നം, അവിടെ വിചാരണ ചെയ്യേണ്ട ഏജൻസിയുടെ ഇൻചാർജ് ആരെന്ന് നോക്കുമ്പോ ഡോക്ടർ ലയണൽ ഹഡ്ജൻസും ജെയിംസ് പിങ്കട്ടനുമാണ്. എല്ലാരും വാ വാ വാ. വരൂ പോവാം. ക്രൈസ്, നിന്റെ റീഡിംഗ് എന്താ? ഇതുവരെ ഒന്നും കാണുന്നില്ല കമാൻഡർ. എല്ലാം നോർമലാണ്. വേണ്ട വേണ്ട, ഒന്ന് സമാധാനായിട്ടിരിക്കേ. ഞാൻ പറയുന്നവരെ കാത്തിരിക്കേ. ഫ്ലാഷ് ലൈറ്റ് സെറ്റപ്പ് ഉള്ളത് നമ്മുടെ കയ്യിലുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് മോഷൻ ട്രാക്കിംഗ് ഉള്ള ഗാറ്റ്ലിംഗ് ഗൺസും ഉണ്ട്. അത് മാത്രമല്ല ഇപ്പൊ എല്ലാ ഏജൻസിയും നമ്മുടെ കൂടെ നിങ്ങൾ ഉള്ളത്. എന്ത് വേണമെങ്കിലും ചെയ്താൽ എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഇവിടെ ഒരുപാട് പേര് വന്നേ തീരൂ. ഈ സ്ഥലം എത്ര വലുതാണ്, അതിനനുസരിച്ചുള്ള ആൾ വേണം. നമ്മൾ യുദ്ധത്തിന് പോകുന്നത് പോലെ തോന്നുന്നു. അതെ അതെ, അത് തന്നെ. ഈ ഏരിയയിലാണ് സീനോക്കൾ കൂടുതലായിട്ടുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ കഥ ഇവിടെ തന്നെ നമുക്ക് തീർക്കണം. വരൂ. ടേണർ, Come on. ടേണർ, എന്താ ഇത്ര സമയമായിട്ട് ഇത് ഓടാത്തത്? സാർ ഇത് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. അല്പസമയം കൊണ്ട് റണ്ണാവും. ജോലി നന്നായിട്ട് നോക്ക്. ഇതാണ് വേണ്ടത്. പെട്ടെന്ന് ശരിയാക്ക്. യെസ് സാർ. ഗ്രാൻഡ്പേ, പുറത്തുനിന്ന് വരുന്ന റീഡിങ്സ് എല്ലാം അധികമായിട്ടുണ്ട് സാർ. പക്ഷേ ഇതിന്റെ അകത്തുള്ള റീഡിങ്സ് ഇതുവരെ ഞാൻ അതേപോലെ ഒന്നും കണ്ടിട്ടേ ഇല്ല സാർ. എന്തു പറ്റി? ശരിയായ സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരു കാരണം അറിയാൻ വന്നാൽ അത് മനസ്സിലാക്കുന്നിടത്തോളം നമുക്കതിനെ തടയാൻ കഴിയില്ല. അപ്പൊ പോയി മനസ്സിലാക്കിയാലോ? യെസ്. മൈൽസ്, സാർ. പെരിമീറ്റർ നോക്കിക്കോ. ഓക്കെ സാർ. ഇത് മേലെ പൊക്ക്. ഇനി ഉയരത്തിലേക്ക് പോണോ? അത് അങ്ങനെ തന്നെ. പെട്ടെന്ന്. എല്ലാം സാവധാനം എടുത്തു വെക്കൂ. വേഗം കൊണ്ടുപോകൂ. അവിടെ പ്ലേസ് ചെയ്യൂ. ഓക്കെ, ഫൈൻ.
ടേണർ ജനറേറ്റർ എന്താ ഓണാക്കിയത്? നിങ്ങൾ എന്ത് ചെയ്യാണ് അവിടെ? വരും കുറച്ചാകുമ്പോഴത്തേക്കും വരും. വെറുതെ എന്തിനാ തൊള്ള കീർന്നേ? കമോൺ ടേണർ, നമുക്ക് ലൈറ്റ് വേണം. ഇനി എത്ര നേരം ഇങ്ങനെ ചെയ്യാനാ? ഇവൻ തുടങ്ങിയല്ലോ. പെട്ടെന്ന് വാ. നമ്മുടെ ചുറ്റുവട്ടം മൊത്തവും ഇപ്പൊ നല്ല സുരക്ഷയിലാണ്. ഇപ്പോഴും ജനറേറ്റർ ഓണാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. Roger that. All agents, Britannia Operation Code Yellow. ജനറേറ്റർ ഓണാകാൻ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. മിസ് ഫയർ ആരും എൻഗേജ് ആകല്ലേ. ഫയർ ചെയ്യരുത്. വീണ്ടും ഞാൻ പറയുക, ഫയർ ചെയ്യരുത്. ക്രാഷ് എന്തെങ്കിലും മനസ്സിലായോ? പെരിമീറ്ററിൽ ഡിഫൻസ് കോഡ്സ് എല്ലാം കറക്റ്റ് ആണ് കമാൻഡർ. കോപ്പി ദാറ്റ്. ഡെഡ് എൻഡ് പോലെ ഉണ്ടല്ലോ. നിക്ക് നോക്കിയിട്ട് വരാം. ടേണർ 5 നിമിഷം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 10 മിനിറ്റ് ആകുന്നു. ഇനി ലൈറ്റ് ഓണാക്കാതെ എന്തോ ചെയ്തോണ്ടിരിക്കുവാ നിങ്ങൾ? കഴിഞ്ഞു, കറണ്ട് ഇപ്പൊ വരുന്നു പറഞ്ഞില്ലേ? ഇപ്പോഴെങ്കിലും ഓൺ ആയല്ലോ. റീഡിങ്സ് എല്ലാം സ്റ്റേബിൾ ആണ് സാർ. ഇതും ഡെഡ് തന്നെയാണ്. നമ്മളെല്ലാവരും തിരിച്ചു പോയി വേറെ ടണലിലേക്ക് പോവാം. നോ നോ നോ, ഈ സ്ഥലത്ത് എന്തോ ഒന്നുണ്ട്. അത് കണ്ടോ? ഇത് അഫ്ഗാനി. ഇവിടെ എന്തോ ഉണ്ട്. ഇവിടെ എന്തോ ഉണ്ടല്ലോ, നോക്കിയേ. മാർക്കോ! നമുക്ക് താഴെ പോണം. വാ, പെട്ടെന്ന് പോവാം. ആവശ്യമുള്ളതൊക്കെ എടുക്കാം. എത്ര നേരം നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കണം? രാവിലെ വരെ ഇരിക്കണം. അതിന് ഇനിയും 4 മണിക്കൂറുണ്ട് സർ. അതിനിപ്പോ എന്താ? ഇൻകമിംഗ്. റെഡിയായിരുന്നോളൂ. ബാക്കി വെക്കരുത്. എല്ലാവരും പൊസിഷനിലേക്ക് വാ. മൈനിന് ചുറ്റും ഇലക്ട്രോ മാഗ്നറ്റിക്സ് അധികമായി കാണുന്നുണ്ട്. ഇന്റർഫിയറൻസ് അധികമാണ്. സാറ്റലൈറ്റ്സ് അങ്ങനെയാണ് കാണിക്കുന്നത്. ആ ഭാഗത്ത് നിറയെ സീനോ ക്ലസ്റ്റേഴ്സ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഫിഷർ വേണ്ട. സർ, ജനറേറ്റർ ഓഫായി. ഇരുന്ന പവറും കുറച്ചായി തീർന്നു. പോയി പവർ പോയി. ഇനി എല്ലാരും ഇരുട്ടി തന്നെ ഇരിക്കണം. ഇതിനപ്പുറം ഇനി എന്ത് ചെയ്യാനാ? എല്ലാരും ശ്രദ്ധിച്ചിരിക്കേ.
രണ്ടാമത്തെ പെരിമീറ്ററിന്റെ അടുത്ത് വരുന്നത് വരെ അതിനെ ആരും അറ്റാക്ക് ചെയ്യരുത്. കമാൻഡർ 7:30 ബാക്കപ്പ് അപ്രൂവ് ആയിട്ടുണ്ട്. അവരങ്ങോട്ട് വരികയാണ്. കറന്റ് സ്റ്റേറ്റസ് എന്താണ്? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മാർക്കോ നോക്കാൻ വേണ്ടി പോവാം. അവരോട് പെട്ടെന്ന് ഇവിടെ വരാൻ പറ. ആരും അറ്റാക്ക് ചെയ്യരുത്. പെരിമീറ്ററിന്റെ അടുത്ത് വരുന്നവരെ ആരും അറ്റാക്ക് ചെയ്യരുതെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ attack ചെയ്യ്. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. മുറുകെ പിടിച്ചോ, ഞാൻ പോരാം. ഞാൻ നിന്നെ പിടിച്ചിട്ടുണ്ട്. ചവിട്ടി കയറി വാ, മുറുകെ പിടിക്കേ. പോ 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 പോ, കുറച്ച് സ്പീഡിൽ പോ. പെട്ടെന്ന് പോ. പോ പോ. വാ, ഇവിടുന്ന് വേഗം ആവട്ടെ. പോവാം. വേഗം വാ, വാ. ഞാനിവിടെ പെട്ടിരിക്കുക. എന്തു പറ്റി? ചാങ്, വേണ്ട വേണ്ട, അങ്ങനെ തന്നെ കിടന്നോളൂ. ബാർ, ഒന്നിങ്ങോട്ട് വാ. ഞാനിത് അങ്ങനെ തന്നെ മുറുകെ പിടിക്കാം. നീ നന്നായിട്ട് ഇത് കെട്ട്. ഓക്കെ, റിലാക്സ് ആവ്. നിനക്കൊന്നും ആവില്ല. ഗൺഷിപ്പ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. റിച്ചാർഡ്സ്, ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? റിച്ചാർഡ്സ് മറുപടി പറയുന്നില്ല. നീ പോയി നോക്കിട്ട് വാ. Copy that. നമ്മളിടൊന്ന് തെറ്റായി പോയെന്ന് തോന്നുന്നു. ഹേ ഗൈസ്, ഇങ്ങോട്ട് വന്ന് നോക്കിയേ. ഇതൊരു വാണിംഗ് ആണ്. എന്താണ് വാണിംഗ്? ഈ സ്ഥലത്തേക്ക് ഒരിക്കൽ എത്തിപ്പറ്റിയാൽ ജീവനോടെ പോകാൻ പറ്റില്ലെന്ന്. ഒരുപാട് സന്തോഷം. മൈൽസ്, മൈൽസ്, എന്താ ഒന്നുകൂടെ പറഞ്ഞേ? ഞാനിപ്പോ പുറത്തേക്ക് വരാം. ഞാൻ നോക്കിക്കോളാം. മൈൽസ്, ക്രാഷ്, ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ബൂർക്ക്, ഒന്നുകൂടെ പറ. നിനക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. എനിക്കും സ്റ്റാറ്റിക് ആയി തന്നെയുണ്ട്. ഫ്രീക്വൻസി മാറ്റി വീണ്ടും ട്രൈ ചെയ്യുക. മൈൽസ്, എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? തിരിച്ചു വാ. പിന്മാറ്, പിന്മാറ്. നമ്മൾ ഇവിടുന്ന് പുറത്തു പോയാൽ പറ്റൂ. പുറത്ത് പോണം. പേടിക്കണ്ട. സൂക്ഷിച്ച്, അവന്റെ കാല് നോക്ക്. സൂക്ഷിക്കേ. അവിടെയുണ്ട്, വെടിവെക്കേ. അത് അവിടെയുണ്ട്, വെടിവെക്കേ. അത് വിടരുത്. ഇനിയുണ്ടോ?
എൻ്റെ ദൈവമേ, ഇവള് മരിച്ചു. ദൈവമേ, വിട്ടേക്ക്, അവള് മരിച്ചു. നമുക്ക് പെട്ടെന്ന് പുറത്ത് പോണം. വാ നോക്കാം. മൈൽസ്, റിച്ചാർഡ് മരിച്ചു. എല്ലാവരും മരിച്ചു കിടക്കുകയാണ് അവിടെ. നീ ഇവിടെ നിൽക്കാതെ വേറെ എങ്ങോട്ടേലും പോ. ഞാനിവിടെ തന്നെ ഉണ്ട്. പോ. നീ ഇവിടെ സൂക്ഷിച്ചു നിൽക്ക. നമ്മളല്ല ഈ സ്ഥലത്ത് ആദ്യമായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഇത് നമുക്ക് തകർത്ത് കളയാം. യെസ് സർ. വാ പോയേക്കാം. ഫീൻസ്ട്രാ, ദൈവമേ.
ക്രാൻബി, ഇത് 7:30 തന്നെയാണ്. നിങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇതിന് ചാൻസേ ഇല്ല. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളിത് തടുക്കാൻ ശ്രമിച്ചതാ, പക്ഷെ ഇതുണ്ടാക്കിയതേ അവരാണ്. ഒരു കാര്യമില്ലാതെ എൻ്റെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുക, അതും പ്രയോജനം പോലും ഇല്ലാത്തതിന്. എല്ലാം നശിപ്പിച്ചു. സർ, ഗൈസ്, ദേ അത് കണ്ടോ? എന്താ അവിടെ ഉള്ളത്? അലീൻ, ആ ആർട്ടിഫാക്റ്റ് എടുത്തതാ. ഇതൊരു താക്കോൽ. പുറത്തേക്ക് പോകാനുള്ള വഴിയായിരിക്കാം. ഞാൻ ഇത്രയും നാളും അന്വേഷിച്ചുകൊണ്ടതിൻ്റെ ഉത്തരം ഇതിൻ്റെ പിന്നിലുണ്ടാകും. ചില കഥകൾ നമ്മൾ തുറക്കാൻ പാടില്ല. ഇപ്പൊ എന്താ ചെയ്യേണ്ടത് നീ തന്നെ പറ. ഇപ്പോ നമുക്ക് അഫ്ഗാനിയെ വിശ്വസിക്കാം. എല്ലാരും വെപ്പൺസ് താഴെ വെക്ക്, എന്നിട്ട് ആ കഥകിന്റെ അടുത്ത് മാറി നിൽക്ക്. ശരി, ആ ഇങ്ങോട്ട് വാ, അത് താഴെ വെക്ക്. എല്ലാം നീ ചെയ്ത പണിയല്ലേ? ഗൺസ് താഴെ ഇടാനാ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ അങ്ങ് തീർത്തേക്ക്. എന്നിട്ട് ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് പഴയ ഓർമ്മകൾ വരുന്നുണ്ടോ കാൺബി? നീയാണ് എന്നെ അവസാനമായിട്ട് തോപ്പിച്ചവൻ. നീ രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിലേ 713 എക്സ്പെരിമെന്റ് ഒരിക്കലും നിലക്കില്ലായിരുന്നു. ആ താക്കോലിന് വേണ്ടി ഞാൻ 20 വർഷമാ കാത്തിരുന്നേ. മര്യാദക്ക് എന്റെ താ, അത് തരാനാ പറഞ്ഞേ. അപ്പൊ തരില്ലല്ലേ? എന്നാ പിന്നെ ഓക്കെ, നീ ഒരു നല്ല ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. അലൈൻ, അത് അയാളുടെ കൊടുത്തേക്ക്. ഇതിന്റെ പേരിൽ ഇനി ആരും ചാകണ്ട. അങ്ങനെ വേണം മിടുക്കി, ഈ പേടി വേണം. ഇനി അങ്ങോട്ട് മാറി നിൽക്ക്. നിങ്ങൾ എന്തായാലും ആ കഥക് തുറക്കില്ലായിരുന്നു, പ്രത്യേകിച്ച് ഇതില്ലാതെ. ഹഡ്ജൻസ്, മണ്ടത്തരം കാണിക്കരുത്. ആ കഥക് തുറക്കരുത്. ഹഡ്ജൻസ് പ്ലീസ്, നിങ്ങൾ എന്താ ചെയ്യുന്ന ആലോചിച്ച് നോക്കെ. ആ കഥക് തുറക്കരുത്.
അത് വിട്ടേക്ക്. നമുക്കിവിടുന്ന് ശബ്ദം ഉണ്ടാക്കാതെ പോകാൻ നോക്കാം. പതിയെ സാവധാനം. പോ ഇവിടെ നിൽക്കാതെ പോ. നാശം. Come on. Come on, ഇതുവഴി പെട്ടെന്ന് വാ. കമാൻഡർ ബോർക്ക്, മൈൽസ്, റിച്ചാർഡ്സ്, യുനേക്, ആരെങ്കിലും ഉണ്ടോ അവിടെ? ഓവർ. അവിടെയുള്ള ആരെങ്കിലും ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? എന്താ? Come on, നിക്കല്ലേ, ഓട് 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 ഓട്. ഹേയ്, ഇവിടെ ഏണിയുണ്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നു? പുറത്തേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നു. ശരി, ഞാൻ അമർത്താം, നിക്ക്. പോയി പോയി. എന്തു പറ്റി? ആ ബോംബ് പൊട്ടത്തില്ല, സിഗ്നൽ ഇവിടുന്ന് കിട്ടത്തില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അല്ല അല്ല, അവിടേക്ക് പോണം. അവിടെ പോയാലേ ഇത് വർക്ക് ചെയ്യൂ. അത് വെറുതെ ശബ്ദം കേൾക്കുന്നുണ്ട്. വാ പോകാം. പറയുന്നത് കേക്കേ, വാ പോകാം. നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോ, ഞാൻ അങ്ങോട്ട് പോവാ. പറയുന്നത് കേക്ക്. ഇങ്ങോട്ട് വാ. ഇത്രയും നാൾ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സിസ്റ്റർ ക്ലാര,
ആ വാതിലുകൾ വീണ്ടും അടയ്ക്കപ്പെട്ടു. അഫ്ഗാനിയെ കണ്ടുപിടിച്ചതുപോലെ ഇരുട്ടിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വന്നു. എന്തിനു വേണ്ടിയായിരുന്നു അഫ്ഗാനി ആളുകൾ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടത്? പക്ഷെ ഇപ്പോ എല്ലാം വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്നത് പോലെ തോന്നുന്നു.